യെസ് ബ്രിഗേഡിയർ, എന്തായാലും ഇന്ന് ഓപ്പറേഷൻ കെല്ലറിലൂടെ ലഷ്കർ ഇ തൈബയുടെ കമാൻഡർ അദ്ദേഹം എന്ന് പറയുന്നില്ല, അയാളാണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ തലച്ചോറ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായി ഷാഹിദ് കുട്ടായ് കൊലപ്പെടുത്തിയതായി സേന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും സ്റ്റിൽ ദ ക്വസ്റ്റ്യൻ റിമെയിൻസ് അൺആൻസേർഡ്. ഈ പഹൽഗാമിലെ ഭീകരവാദികൾ അവർ ഏത് മാളത്തിലാണ് ഒളിച്ച് ഇരിക്കുന്നുണ്ടാവുക? ഓക്കെ, ഭീകരവാദികൾ എവിടെയാണ് ഒളിച്ചിരിക്കാന്നുണ്ടാവുക എന്നൊരു ലെജിറ്റിമേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ അംഗീകരിക്കേണ്ടത്, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, അറ്റ്ലീസ്റ്റ് 2 ഒക്കേഷൻസിൽ ഇങ്ങനെ ബീഭത്സമായ ആക്രമണങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള എക്സാക്റ്റ് മിലിറ്റൻസ്, അതിലൊരാൾ എനിക്കറിയാവുന്നൊരു നാഷണൽ അഫ്ഗാൻ ആണ്. അയാളെ ഒരു വർഷം കഴിഞ്ഞ്, ആ ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് 1 വർഷത്തേക്ക് ട്രാക്ക് ചെയ്ത് 1 വർഷം കഴിഞ്ഞ് അയാളെ നശിപ്പിച്ചു എന്നുള്ള കാര്യം ഓൺ റെക്കോർഡ് എനിക്കറിയാവുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് പബ്ലിക് ആക്കിയിട്ടില്ല, അതിന് ആവശ്യമില്ല. ബിക്കോസ് ടെററിസ്റ്റ് വരുന്നത് തന്നെ ഒരു വിസ എടുത്തിട്ടാണ് വരുന്നത്. അവരുടെ വീരസ്വർഗത്തിലേക്ക് പോകാനുള്ള വിസ എടുത്താണ് വരുന്നത്. അവർക്ക് പോകാൻ അനുവദിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 ഒക്കേഷൻസ് എനിക്കറിയാം പേഴ്സണലി, ഇങ്ങനെ സമയമെടുത്താണ് ചെയ്യുന്നത്. ഇതൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് ഇവിടെ ഉള്ളവർക്കെല്ലാം, ഈ പാനലിലുള്ളവർക്ക് എല്ലാവർക്കും, ഈ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർക്കും അല്ലെങ്കിൽ അടുത്ത് പെരുമാറിയിട്ടുള്ളവർക്കും അറിയാവുന്നതാണ്. ഒരു ടെററിസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്തതെന്ന് വെച്ച് ഇമ്മീഡിയറ്റ്ലി അയാളെ പിടിക്കാനോ നശിപ്പിക്കാനോ കഴിയണമെന്നില്ല. അത് സമയമെടുക്കും. ആ സമയത്ത് നമുക്ക് അനുവദിക്കണം. അത് ഈ സിന്ദൂറുമായിട്ട് ആക്ച്വലി അവരെ പിടിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ എഫക്റ്റീവ്നെസ്സും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഗുണദോഷങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഞാൻ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞതിനോട് എനിക്ക് ചെറിയ 2 ഇഷ്യൂസ് വരണം. ഒന്ന്, ഈ ടെററിസ്റ്റിനെ പിടിക്കുന്നത് നമുക്ക് ആക്ച്വലി ടൈം ലൈൻ വെക്കാൻ പറ്റില്ല. രണ്ടാമത്, BSF ജവാൻ്റെ ക്യാപ്ചർ ആണെങ്കിൽ തന്നെയും റിപ്ലൈ ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് റിപ്ലൈ ചെയ്തത് ഒരു പാകിസ്ഥാൻ ബോർഡർ ഗാർഡ്സ് ഒരാളെ നമ്മളുടെ ക്യാപ്ചറിലുണ്ടെന്നും എവിടെയോ മീഡിയയിൽ തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തന്നെയാണ് ഇമ്മീഡിയറ്റ്ലി ഈ യുദ്ധം അല്ലെങ്കിൽ സീസ്ഫയർ ആകുന്നതിന് മുമ്പേ നമ്മൾ ഇത് ട്രേഡ് ചെയ്യുകയോ ഇത് സ്റ്റേറ്റ്മെൻറ്റോ ചെയ്യാൻ ഒക്കില്ല. അത് സമയമെടുക്കും. അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ ഒക്കുള്ളൂ. ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഇത്തിരി ക്ഷമിക്കണം എന്നാണ് എൻ്റെ പക്ഷം. കുൽഭൂഷൺ ജാദവ് ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കേസ്. അത് വേറൊരു കാര്യമാണ്. അത് അതിന് പ്രോസസ്സാണ്, കുറേ നാളെടുക്കും. അതിന് വേറെ പ്രഷേഴ്സാണ് വരുന്നത്. സീസ് ഫയർ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, വേറൊരു രാജ്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ തന്നെ പറയേണ്ടതാണ്. അത് പറയുന്നത് ഇൻഫാക്റ്റ് അതൊരു വളരെ ഡെമോക്രാറ്റിക് ആഗ്രഹമാണ്, ആവശ്യമാണ്, രാഷ്ട്രത്തിനോട് പറയേണ്ട കാര്യവുമാണ്. അതിലാണെങ്കിലും പക്ഷേ എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് എന്നോട് പറയുകയാണെങ്കിൽ ചെയ്യേണ്ടത്, സിന്ദൂർ കഴിഞ്ഞു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഈ ഷോപ്പിയാനിൽ ഇദ്ദേഹത്തെ ഈ ടെററിസ്റ്റിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ യുദ്ധകാലമാണെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമ്മുടെ നാട്ടിൽ ടെററിസം ഉണ്ടെങ്കിൽ, ടെററിസ്റ്റ് ആക്ടിവിറ്റി ചെയ്താൽ അതിന് ഞങ്ങൾ യുദ്ധമായിട്ട് കണക്കാക്കുമെന്നും അതിന് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് റെസ്പോണ്ട് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് എന്താണെന്നുള്ള കാര്യം ഇത് പറയാം. അത് ലെജിറ്റിമേറ്റ് ആണ്, അത് ചെയ്യേണ്ട കാര്യമാണ്. ഇൻഫാക്ട് BJP അല്ലെങ്കിൽ നേതാക്കൾ, അല്ലെങ്കിൽ രാഷ്ട്രം നയിക്കുന്ന നേതാക്കൾ, പാർലമെൻ്ററി അഫയേഴ്സ് ആരാന്ന് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാലും ഇതൊരു കോർഡിനേഷൻ ഉണ്ടാക്കി അക്രോസ് പാർട്ടി ലൈൻസ് ചില ചില നേതാക്കളെ കോൺഫിഡൻസിലെടുത്ത് ഇൻഫാക്ട് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് വേണമെങ്കിൽ കൊടുത്തിട്ട് ചില കാര്യങ്ങളും പറഞ്ഞ് ബ്രീഫ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ പക്ഷം. അത് ചെയ്യേണ്ടതുമാണ്. ഓക്കെ, മോഹൻ സാർ, നേരത്തെ സേനാപതി വേണു ദാവൂദ് ഇബ്രാഹിമിനെ കൂടി ഒന്ന് കൊന്നു തരണമെന്ന് പറയുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത്, പണ്ട് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ നമ്മുടെ റോ തയ്യാറായിരുന്നു. പക്ഷെ അന്ന് ഇടപെട്ടത്, അത് വേണ്ട എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഒരു മുൻ നേതാവാണ്. സേനാപതി വേണുവിൻ്റെ ചിരിയിൽ നിന്ന് തന്നെ അറിയാം. പിന്നെ അദ്ദേഹം കോൺഗ്രസ് മാറി, അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങി. ശരത് പവാർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ
അത്തരം ശ്രമങ്ങൾ ഇല്ലാതാക്കിയതിൽ കോൺഗ്രസ്സിന് ഒരു പങ്കുണ്ട് എന്ന് സേനാപതി വേണു മനസ്സിലാക്കുക. സാർ നോക്കൂ, അവസാനം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, എന്തുകൊണ്ട് ഈ പഹൽഗാം ഭീകരവാദികളെ പിടിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം. മാത്രമല്ല, ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ്, ഇടപെടൽ ഇതിലുണ്ടായി, വെടിനിർത്തലിൽ ഉണ്ടായി, അക്കാര്യത്തിൽ എന്തുകൊണ്ടൊരു വ്യക്തത വരുത്തുന്നില്ല? ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അതിൻ്റെ ഒരു ക്രെഡിറ്റ് അദ്ദേഹം അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം? പ്രധാനമന്ത്രി പറഞ്ഞു, പക്ഷേ ഇവർക്ക് പാർലമെൻറ്റിൽ തന്നെ വേണം എന്നാണ്, അങ്ങനെ ഒരു പ്രസ്താവന, പരാമർശം വേണം എന്നാണ് പറയുന്നത്. ആ ഒരു പിടിവാശിയുടെ ആവശ്യമുണ്ടോ? ശ്രീ സേനാപതി വേണു പറഞ്ഞ ഒരു ഈ ആവശ്യങ്ങൾ, അത് ജനാധിപത്യ ഭാരതത്തിൻ്റെ ഒരു ജനാധിപത്യ പ്രതിബദ്ധതയുടെ വിഷയങ്ങൾ തന്നെയാണ്. ആ ഒരു സെൻസിൽ അതിന് ആഴത്തിലുള്ള പരിശോധന ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആത്യന്തികമായി രാഷ്ട്രീയ നേതൃത്വം ഉത്തരം പറയേണ്ടത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ നിന്നുകൊണ്ടാണ്. രാജ്യത്തോടായി ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്താലും സൈനിക നേതാക്കൾ DGMO തലത്തിൽ സംസാരമുണ്ടായാലും ആ പ്രഖ്യാപനമുണ്ടായാലും you want to hear it from the horse's mouth, and the horse has to speak with the right place to the right people. അപ്പോൾ ആ സെൻസിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പാണ്. പക്ഷേ അതിൻ്റെ കണ്ടന്റ് നോക്കൂ, അതിൻ്റെ സാഹചര്യം നോക്കൂ. ദർ ഇസ് എ ടൈം ഫോർ എവറിഥിങ്. ഈ ഇതിനൊക്കെ ഒരു സമയമുണ്ട് ദാസ എന്ന ഒരു സിനിമ ഡയലോഗ്, എന്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പലതുമുണ്ട്. കാരണം പഹൽഗാം വാസ് എ ട്രിഗർ. ഇതൊരു ട്രിഗറാണ്. 2000 ആണ്ട് മുതൽ, അല്ലെ അതിനു മുൻപ് തന്നെ തുടങ്ങിയ ഒരു തീവ്രവാദ ആക്രമണത്തിന് ഒരു പോളിസി ചേഞ്ചിലൂടെ മറുപടി കൊടുക്കുമ്പോൾ, അതുമാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ ഈസ് നോട്ട് എ വൺ ടൈം അഫെയർ, ഇറ്റ് ഇസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. തുടരും. ഇത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇന്ത്യ ഇത് ഒരു ദിവസം കൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഭീകരത, അല്ലെങ്കിൽ വളർന്ന് പന്തലിച്ച് പത്തി വിരിച്ച് നിൽക്കുന്ന ഭീകരതയെ ഒരു ദിവസം കൊണ്ടോ ഒരു സർജിക്കൽ ഓപ്പറേഷൻ കൊണ്ടോ, അല്ലെങ്കിൽ ബാലാക്കോട്ട് നടത്തിയതുപോലെ ഒരു 1 ഡേ 1 ടൈം സ്ട്രൈക്ക് കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇന്ത്യയുടെ പോളിസി. അതാണ് പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. അത് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം പാർലമെൻറ്റ് സമ്മേളനം കൂടുമ്പോൾ തീർച്ചയായും ആ പ്രഖ്യാപനം പാർലമെൻറ്റിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അത് രാജ്യത്തോടായി പറഞ്ഞതാണ്. പാർലമെൻറ്റ് അംഗങ്ങളിൽ നിന്ന് മാത്രം അത് മറച്ചു വെക്കേണ്ട കാര്യം പ്രധാനമന്ത്രിക്ക് ഉണ്ടാകും എന്നും ഞാൻ കരുതുന്നില്ല. അല്ല, പാർലമെൻറ്റ് കൂടുമ്പോൾ പക്ഷേ രാഹുൽ ഉണ്ടാവണം, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം, പ്രധാനമന്ത്രി ഉണ്ടാകണം. രണ്ടുപേരും രാജ്യസ്നേഹം തുടിക്കുന്ന വാക്കുകളിൽ ഈ വിഷയം കൂലങ്കഷമായി പറയണം. അതാണ് ഇന്ത്യയുടെ ഒരു ചാരുത, ഇന്ത്യയുടെ ഒരു സൗന്ദര്യം, ഇന്ത്യയുടെ ഒരു സൗരഭ്യം. അതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം. അത് തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ.